പ്രാർത്ഥനകൾ നടത്തുന്നു. ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം അല്ലെങ്കിൽ തോമാച്ചായൻ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്രമമായി നടത്തി മക്കളെ എല്ലാവരെയും പഠിപ്പിച്ചു ജോലിയാക്കി അവരെല്ലാവരും ഇടയ്ക്ക് വരുന്നു പോകുന്നു അന്വേഷിക്കുന്നു. അപ്പോൾ സൗഭാഗ്യപൂർണമായ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു തോമാച്ചായൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കണം. കാരണം കർത്താവിന് ഇത്രയും ഈ ഇടവകയിലെ കാരണവരാണ് തോമാച്ചായൻ. ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ഈ ഇടവകയിൽ ഇല്ല. അതുകൊണ്ട് 96 വർഷക്കാലം ജീവിച്ചെങ്കിൽ ആ 96 വർഷക്കാലവും ദൈവഹിതമനുസരിച്ചുകൊണ്ട് ജീവിച്ചു, ദൈവവചനത്തോട് പ്രതിബദ്ധത പുലർത്തി ജീവിച്ചു, അതിന് സാക്ഷിയായി ജീവിച്ചു. അത് തീർച്ചയായിട്ടും മക്കൾക്കും അമ്മച്ചിക്കും കൊച്ചുമക്കൾക്കും എല്ലാം അഭിമാനിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല അച്ചാച്ചനെ കിട്ടി, നല്ല ഒരു വല്യപ്പച്ചി ഞങ്ങൾക്കുണ്ട്, സ്വർഗത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്, ഞങ്ങൾക്ക് ജീവിത മാതൃകയായിട്ടുണ്ട്. അപ്പോൾ മക്കളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഈ അപ്പച്ചന്റെ മാതൃക മക്കൾ പിന്തുടരുക എന്നുള്ള വലിയ ദൗത്യമുണ്ട്. അതാണ് സഭയുടെ ഏറ്റവും വലിയ മാതൃക നൽകിയ മാതാപിതാക്കൾ നമ്മളെ വിട്ടു പിരിയുമ്പോൾ അവരുടെ അധ്വാനത്തിന്റെ മാതൃക, പ്രാർത്ഥനയുടെ മാതൃക, കുടുംബ ജീവിതത്തിന്റെ മാതൃക എന്നും കാത്തു സൂക്ഷിക്കുമ്പോൾ ഈ കുടുംബത്തിൽ അപ്പച്ചൻ ജീവിക്കുകയാണ്, തോമാച്ചായൻ ജീവിക്കുകയാണ്. അങ്ങനെ നിങ്ങളിലൂടെ തോമാച്ചായൻ ജീവിക്കണം. നിങ്ങൾ എന്നും സാക്ഷികളായി ജീവിക്കണം. കർത്താവനുസരിച്ച് ഇത്രയും ഭയഭക്തിയോടുകൂടി ജീവിച്ച് നല്ല ജീവന്റെ സാക്ഷി നൽകിയ തോമാച്ചായൻ ഈ നാടിന് അഭിമാനമാണ്, ഇടവകയ്ക്ക് അഭിമാനമാണ്, സഭയ്ക്ക് അഭിമാനമാണ്, എല്ലാവർക്കും അഭിമാനമാണ്. അതുകൊണ്ട് മക്കള് ഈ അഭിമാനത്തോടുകൂടി തന്നെ തമ്പുരാനിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ് തോമാച്ചായനെ. ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന തോമാച്ചായൻ ദൈവത്തിൽ സുരക്ഷിതനാണ്. ഈ ലോക ജീവിതത്തിന്റെ സുരക്ഷിതത്വമെല്ലാം മാറി ഭൗതികമായ ദേഹം നമ്മളിൽ നിന്നും വേർപെട്ടു അല്ലെങ്കിൽ മാറിപ്പോയെങ്കിലും ആത്മീയമായ ജീവനും ആത്മീയമായിരിക്കുന്ന നല്ല ഉൾക്കാഴ്ചകളുമുള്ള തോമാച്ചായന്റെ ജീവിതം എന്നും മാതൃകയായി കുടുംബത്തിലുണ്ടാവണം. അത് കൂടുതൽ നമ്മളെ നന്മയിലേക്ക് വളർത്തുവാനും സ്നേഹത്തിലേക്ക് വളർത്തുവാനും ഔദാര്യവും കാരുണ്യവും കാണിക്കുവാനുമായിട്ട് സഹായിക്കുന്ന ഘടകമായിട്ട് നിൽക്കണം. അപ്പോഴാണ് ജീവിതം ഉത്തമ ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഉത്തമമായി ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിചിന്തനം നടത്തേണ്ട അവസരമാണ്. നമ്മൾ വിചിന്തനം നടത്തേണ്ട അവസരമാണ്. തോമാച്ചായൻ ശരിക്കും വിചിന്തനം നടത്തി ജീവിച്ച വ്യക്തിയാണ്. തന്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്രാർത്ഥന ശൈലി ഉണ്ടായിരുന്നു, ഒരുക്കമുണ്ടായിരുന്നു. കർത്താവിനെ പ്രാർത്ഥിച്ച് പ്രാപിച്ച് പ്രത്യാശയോടെ പാർത്തിരുന്ന ഒരു വ്യക്തിയാണ് തോമാച്ചായൻ. അപ്പൊ പ്രത്യാശയോടെ പാർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുഃഖവും ക്ലേശവും വരുമ്പോൾ നിരാശപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ജീവിതമല്ല. എല്ലാറ്റിലും ദൈവത്തിന്റെ പ്ലാനോട് ചേർന്ന് പദ്ധതിയോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് പ്രത്യാശയോടെ പാർത്തിരിക്കുന്ന ജീവിതം. അങ്ങനെ പ്രത്യാശയോടെ പാർത്തിരുന്ന ജീവിതം നിക്ഷേപിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു സ്ഥിരനിക്ഷേപം തമ്പുരാനുസരിച്ച് തോമാച്ചായൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്ഥിരനിക്ഷേപം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, ചെലവ് നടത്താം, കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെ ആത്മീയമായി സ്ഥിരനിക്ഷേപം നടത്തിയ തോമാച്ചായൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ആ നിക്ഷേപത്തിന്റെ ഉടമയായിട്ട് മാറുകയാണ്. യഥാർത്ഥ ഉടമയായിട്ട് ഇപ്പോഴാണ് മാറുന്നത്. അപ്പോൾ കർത്താവിനുസരിച്ച് നമുക്ക് അഭിമാനിക്കാം. മക്കളെല്ലാവരും, കുഞ്ഞുമാനും അതോടൊപ്പം തന്നെ തമ്പീശനും യോബുകുട്ടിയും മക്കൾ രണ്ടുപേരും എല്ലാവരും ഏറ്റവും അടുത്ത് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് നിങ്ങൾക്കും അങ്ങനെ ശുശ്രൂഷിക്കുവാൻ സാധിച്ചു. അതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ അമ്മച്ചിക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം. കാരണം ദൈവസന്നിധിയിലേക്ക് നല്ല സുബോധത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കുദാശകളെല്ലാം സ്വീകരിച്ച് പോയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ട്. തുടർന്ന് നല്ല മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് തോമാച്ചായൻ കാണിച്ച നല്ല മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായ മക്കൾക്ക് സാധിക്കും. അതിന് അവര് ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കൃപയിൽ തുടർന്ന് ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദുഃഖമുണ്ട്, വേദനയുണ്ട്. ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മീയ ബലമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് മനസ്സിലാക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുക. കുറവുകൾ മാനുഷികമായിട്ടുണ്ടാകാം. മനുഷ്യൻ എന്ന നിലയിൽ തോമാച്ചായനും ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ലഘുവായ ഭാവങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം തമ്പുരാന്റെ സന്നിധി നമ്മൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപപ്രതിക്കായി യാചിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് പ്രത്യേകമായ തോമാച്ചായനെ തുടർന്നുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് യാത്രയാക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പരന്തമായ സ്നേഹത്താ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്റെ അമൂല്യമായ രക്തനിധി രക്ഷിച്ച് ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ